close your eyes. കം ടു ദുബായ്. നമ്മളങ്ങനെ ദുബായിലെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന വണ്ടിയാന്നൊക്കെ നമ്മുടെ മേഴ്സിഡീസ് ബെൻസിന്റെ വണ്ടിയാണ്. അപ്പൊ എന്തായാലും അടിമാലിക്കാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി സ്വാഗതം. അപ്പോൾ വണ്ടിയുടെ നമ്പർ നോക്കിയിട്ടായിരിക്കുമല്ലേ നിങ്ങളിപ്പോ ചിരിക്കണേ. അപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ തന്നെയാണ്. അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നേക്കണ അജ്മിയുടെ വണ്ടിയാണ്. ഒരു രക്ഷയില്ല, അമ്മാതിരി ലുക്കുള്ള വണ്ടി, ഒരു അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രിയ സുഹൃത്ത് ആണ് കേട്ടോ എന്റെ സാരഥി. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചിട്ടൊന്ന് കാണാനും വണ്ടിയിൽ ചെയ്തേക്കുന്ന പണികളൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് ഓടി വന്നതാണ്. എന്നുവെച്ചാല് നമ്മള് ഇതിന് മുമ്പ് സെയിം മോഡലിന്റെ ചെയ്തിട്ടുണ്ട് വീഡിയോ. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു പക്ക റിവ്യൂ ആയിട്ട് ചെയ്യുന്നില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വണ്ടിയെ കണ്ട് ചെറുതായിട്ടൊന്ന് ഓടിച്ച് വണ്ടിയൊക്കെ പോവാട്ടോ. അടിപൊളിട്ടോ, ഒരു രക്ഷയില്ല വണ്ടി ഓടിക്കാൻ. അപ്പൊ ഈ റൂട്ടൊക്കെ ആണെങ്കിലും വലിയ വീതിയൊന്നുമില്ല, നോർമൽ ചെറിയ റൂട്ടാണ്. അപ്പൊ ഇത് കുമിളിക്ക് പോണ റൂട്ടാട്ടോ. അപ്പൊ കുറച്ച് നല്ല ഹൈ റേഞ്ചിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങ് പോവാം. മെയിനായിട്ട് നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ പ്രിയ സുഹൃത്താണ് ഈ വണ്ടിയുടെ സാരഥി. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പൊ അദ്ദേഹത്തോട് ഉള്ള കമ്പനിയുടെ പുറത്ത് നമ്മൾ വണ്ടിയൊക്കെ പണിതെല്ലാം കണ്ട് അടിപൊളിയാക്കിയിട്ട് നമ്മൾ വണ്ടി കാണാനായിട്ട് വന്നാണ്. ചെറിയൊരു വീഡിയോ കൂടെ എടുക്കുക, നിങ്ങളിലേക്കൊന്ന് കാണിക്കുക, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പൊ എന്തായാലും റണ്ണിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോവാം. ഓക്കെ, നമുക്ക് ഈ വണ്ടി ചെയ്തേക്കണ ആ ഒരു ഫ്രണ്ടിലെ ഡിസൈൻ മോഡലിനെ കുറിച്ചൊന്ന് പറയാം. അതായത് ഇത് നമ്മുടെ മേഴ്സിഡീസ് ബെൻസിന്റെ ആക്ട്രോസ് എന്നൊരു മോഡലാണ്. അപ്പോൾ എന്തൊക്കെയാണോ ഒറിജിനൽ വണ്ടിയിൽ അതിൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ, അതുപോലെ സൈഡിലെ ഡിസൈൻ എന്തൊക്കെയാണോ അതേ രീതി തന്നെയാണ് ഈ വണ്ടിയിലും ഇവർ ചെയ്തേക്കണത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ക ആക്ട്രോസിൻ്റെ ഒരു തനി പകർപ്പ് തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിലേക്കും ചെയ്തേക്കണേ. ഫ്രണ്ടിൽ കൊടുത്തേക്കണ ഗ്രില്ലുകൾ, അതുപോലെ തന്നെ ഈ ഗ്രില്ലുകളുടെ സെൻറ്ററിലൊക്കെ ആയിട്ട് ബെൻസിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ആ എംബ്ലമൊക്കെ ആണെങ്കിലുണ്ടല്ലോ പുറത്തുനിന്ന് ഇവർ കൊണ്ടുവന്ന കേട്ടോ. അതുപോലെ ആക്ട്രോസ് എന്ന് എഴുതിയേക്കണ ആ ഒരു ആ ബാഡ്ജിങ്ങും എല്ലാം പുറത്തുനിന്ന് ഇവർ കൊണ്ടുവന്നതാണ്. ഹെഡ്ലൈറ്റൊക്കെ എന്ന് വെച്ചാൽ ഒറിജിനൽ ഹെഡ്ലൈറ്റ് കൊണ്ടുവന്ന് നമ്മുടെ ഇവിടുത്തെ ആ ബോഡിയിൽ പൊട്ടിച്ച് അതേ പാകത്തിന് പണിത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എയർ ഷീൽഡിൽ അല്ലെങ്കിൽ കെനോപ്പി കൊടുത്തേക്കണത് ക്യാബിൻ്റെ മുകളിൽ ആ പോർഷൻ. അപ്പോൾ അവിടെ കൊടുത്തേക്കണൊക്കെയാണല്ലോ പക്ക എന്നുവെച്ചാൽ അതേ ഒരു ഫിനിഷിങ്ങിൽ നമ്മുടെ ഒറിജിനൽ വണ്ടിയുടെ അതേ ഒരു ഫിനിഷിങ്ങിൽ തന്നെ അടിപൊളിയായിട്ട് അവിടെ ചെറുതായിട്ട് 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസൽ ടാങ്ക്, ആഡ്ബ്ലൂവിൻ്റെ ടാങ്ക് നമുക്ക് കവർ ചെയ്ത് വെച്ചേക്കുന്നതും കറക്റ്റ് നമ്മുടെ ആക്ട്രോസിൻ്റെ ഇതുപോലെ തന്നെയാണ്. അതുപോലെ വെച്ചാൽ അതൊക്കെ ഓപ്പൺ ചെയ്യണം നമ്മുടെ കാറുകളിൽ നമ്മൾ തുറക്കൂലേ അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഓപ്പൺ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കണേ. അകത്തുനിന്ന് സ്വിച്ച് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഒരേ സൈഡാണെങ്കിലും ഫ്രണ്ടാണെങ്കിലും പക്ക നമ്മുടെ മേഴ്സിഡീസ് ബെൻസിൻ്റെ ആക്ട്രോസിൻ്റെ അതേ ടൈപ്പിൽ തന്നെയാണ് കൊടുത്തേക്കണേ. അപ്പം ഏതൊരു വണ്ടി പ്രാന്തനെ സംബന്ധിച്ചും ഇതൊക്കെ കാണുമ്പോഴേക്കുണ്ടല്ലോ, അതായത് നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന് ഒരിക്കലും ഒരു മേഴ്സിഡീസ് ബെൻസിൻ്റെ ആക്ട്രോസ് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും, എന്നെങ്കിലും നമുക്ക് വണ്ടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പരിശ്രമങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു ഒറിജിനൽ വണ്ടി നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്കാണ് വണ്ടി ഉള്ളത്. എന്നുവെച്ചാൽ ദുബായിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പുറം രാജ്യങ്ങളിലേക്കാണ് മുഴുവൻ ഈ വണ്ടി ഉള്ളത്. അപ്പോൾ വലിയ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു വണ്ടി ഒന്ന് കാണണം, അതുപോലെ വണ്ടി ഒന്ന് ഓടിക്കണം എന്നൊക്കെ ഉള്ളത്. അതായത് ഒറിജിനൽ വണ്ടി. അപ്പോൾ നമ്മുടെ അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ അജ്മി വണ്ടി അടിപൊളിയായിട്ട് പണിതു. അതായത് നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമായിരിക്കും ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഒരു വണ്ടി പണിത് സെറ്റായിട്ട് ഇറങ്ങണം. കേരളത്തിലേക്കാണോ അത് ഇന്ത്യയിലേക്കാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇന്ത്യ പോലും ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും ഒരു രക്ഷയില്ല,
ഫ്രണ്ടൊക്കെ അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. അതേ ഒരു ഫിനിഷിങ്ങിൽ അതേ ഒരു ഷേപ്പിൽ വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എടുത്തു പറയാനുള്ളത്. പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ പക്ക വണ്ടി തന്നെയാണ്. പിന്നെ അറിയാവുന്നവർക്ക് മാത്രം നോക്കി കഴിഞ്ഞാലാണ് ഇത് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ വണ്ടിയാണെന്ന് പറയുള്ളൂ. പക്ഷേ ഭാരത് ബെൻസ് ആണെങ്കിലും മെഴ്സീഡസ് ബെൻസ് ആണെങ്കിലും ഒരേ ഫാമിലിയാണല്ലോ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തായിരുന്നു നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്തേക്കണത്. അതായത് നമ്മൾ ഭാരത് ബെൻസിൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ചെറിയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ അടിയിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഇവർ രണ്ടുപേരും ഒരേ ഫാമിലിയിലുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായിട്ട് രണ്ട് ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾ പോലെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇത് ഏതാ വണ്ടി എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇത് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ 4228 അതായത് നമ്മൾ 14 വീലൻ എന്ന് പെട്ടെന്ന് നമ്മൾ പറയില്ലേ, അതേ വണ്ടി തന്നെ. ഇതിൻ്റെ പവർ വരുന്നത് 281 HP ആണ്. GVW നോക്കുകയാണെങ്കിൽ 42 ടണ്ണാണ്. അതുപോലെ തന്നെ ഇവൻ്റെ എൻജിൻ CC 7200 CC എൻജിനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ വണ്ടിക്കകത്ത് നമുക്ക് വണ്ടിയുടെ സൈഡിൽ ഒട്ടിച്ചേണ്ട പരസ്യത്തിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ചാർജ് എത്രയാണ് വരുന്നത്, അതിൻ്റെ സ്ക്വയർ ഫീറ്റിന് എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലീഗലായിട്ട് കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാവുന്നതാണ്. അതിൻ്റെ അകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൻ്റെ അകത്തൊന്നും പറയാത്തത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വണ്ടി ഒന്ന് കാണാൻ വേണ്ടി ഓടി വന്നതാണ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത്. അന്നേരം ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം ഓട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഡ്രൈവ് മാത്രമാണ് കേട്ടോ കിട്ടിയത്. അപ്പം പോണ വഴിക്ക് നമ്മൾ എടുത്തേക്കണ കുറേ വീഡിയോസൊക്കെയാണ് ഡ്രൈവിൽ ലോഡൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോഴേക്കുള്ള കുറച്ച് ഡ്രൈവാണ് ഇതിൻ്റെ അകത്ത് എടുത്തേക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യങ്ങളും അധികം പറയാത്തത്. എന്നാലും റണ്ണിങ് ഷോട്ടിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വോയിസ് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ വണ്ടി നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒന്ന് ഓടി വന്ന് വണ്ടിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് പണിതേക്കണയൊക്കെ ഒന്ന് കണ്ട് പോകാൻ വേണ്ടി ഓടി വന്നതാണ്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം ഓട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ റണ്ണിങ് ഷോട്ടുകളൊക്കെയാണ് പകർത്താൻ പറ്റിയത്. അപ്പം പറ്റുവാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ലോഡ് റിവ്യൂ ഒക്കെ എടുക്കാൻ നോക്കാം. ഇവർ ലോഡ് എടുക്കാനൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ പോയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും വണ്ടി ചെയ്തേക്കണതും അതുപോലെ നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് തന്ന അജ്മിയിലെ മാനേജ്മെൻറ്റ്, അപ്പോൾ ഇവർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് താങ്ക്സ് പറയുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഈ വണ്ടിയുടെ സാരഥി നമ്മുടെ ഇക്കയൊക്കെ ആണെങ്കിലല്ലോ നല്ല കട്ട സപ്പോർട്ട്. വണ്ടി ഇപ്പം പണിയാൻ പണിതുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ ആണെങ്കിലും നമ്മൾ വിളിച്ച് പറയുമോ, നമുക്ക് ഫോട്ടോസ് അയച്ചു തരുമോ ഒക്കെ ചെയ്ത നമ്മുടെ ചങ്ക് സുഹൃത്തിനും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കാൻ നമുക്ക് സപ്പോർട്ട് ചെയ്ത അജ്മി ഫുഡ് പ്രൊഡക്റ്റിനും നമ്മൾ നന്ദി പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുന്നേ. അപ്പം നമുക്കും ഒരു കുതിപ്പിനുള്ള ഊർജ്ജമായിക്കോട്ടെ. അതായത് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പുതിയ പുതിയ വണ്ടികളുടെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നമുക്കും കുതിപ്പിനുള്ള കുറച്ച് ഊർജ്ജം പകർന്നു തന്നോളൂ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ അടിമാലിക്കാരൻ. ബൈ.